എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ പ്രതീക്ഷിക്കും മുൻപ് തന്നെ നിങ്ങളുടെ ജീവിതം മാറിമറിയാൻ പോകുന്നു. ഈ നക്ഷത്ര ജാതകരായിരിക്കും നാളത്തെ കോടീശ്വരന്മാർ. ഇത് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നൊരു കാര്യം തന്നെയാണ്. ജീവിതത്തിൽ ഇവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്ന സമയത്തിന് തുടക്കം കുറിക്കാൻ ഇനി വെറും 5 ദിവസങ്ങൾ മാത്രം. 5 ദിവസത്തിനുള്ളിൽ ഇവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും. നമുക്കിത് എന്തൊക്കെയാണെന്ന് വളരെ വിശദമായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ തന്നെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. നന്ദി. നമുക്ക് ആദ്യം തന്നെ നോക്കാം കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച്. ഇവർ കണ്ണടച്ച് തുറക്കും മുന്നേ കോടീശ്വര പദവിയിൽ എത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇവരുടെ ഗ്രഹത്തിൻ്റെ സ്ഥാനം ലഗ്നത്തിൽ വ്യാഴം, 6-ൽ കേതു, 7-ൽ ശുക്രൻ, അഷ്ടമത്തിൽ കുജൻ, 9-ൽ ആദിത്യൻ ബുധൻ, 11-ൽ ശനി, 12-ൽ രാഹു. ഇതാണ് ഗ്രഹസ്ഥിതി. ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണെന്ന് തറപ്പിച്ചു പറയാൻ സാധിക്കും. പലവിധ ആപത്തുകളും ഇവരെ വിട്ടൊഴിയുന്ന സാധ്യതകൾ കാണുന്നുണ്ട്. വാക്കുദോഷം മൂലമുള്ള കലഹങ്ങളൊക്കെ മാറിക്കിട്ടും. ധനനേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. തൊഴിൽ രംഗം ലാഭകരമായിട്ട് മുന്നോട്ട് പോകും. വ്രണങ്ങൾ, അർശോരോഗം, വാദബന്ധിയായ വേദനകൾ ഇവയ്ക്ക് ശമനം കണ്ടു തുടങ്ങും. മനസ്സിൽ സന്തോഷം നൽകുന്ന ഒരുപാട് സംഭവങ്ങൾ വരും ദിവസങ്ങളിൽ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാണ്. മാനക്ഷയത്തിന് സാധ്യതയുള്ളതുകൊണ്ട് മോശം കൂട്ടുകെട്ടുകൾ മാറ്റിവെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുപ്രവർത്തകർക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകും. പ്രായോഗിക ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. വിവാഹ ആലോചനകളിലെ തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. വിദ്യാഭ്യാസത്തിലെ ക്ലേശങ്ങൾ മാറും. മക്കളെ കൊണ്ട് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. തൊഴിൽ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. സുഹൃത്ത് സംഗമം ഉണ്ടാകും. ഭൂമി കൈമാറ്റങ്ങൾ നടക്കും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ അവസരങ്ങൾ ലഭിക്കും. സാങ്കേതിക വിദ്യാഭ്യാസം ചെയ്യുന്നവർ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ആയുധങ്ങൾ ഉപയോഗിച്ച് തൊഴിൽ ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. രോഗം മൂലം കഷ്ടപ്പെടുന്ന ഇവർക്ക് ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാനുള്ളൊരു സാധ്യത മകയിരം നക്ഷത്ര ജാതകരിൽ കാണുന്നു. അധികാരസ്ഥാനങ്ങളിൽ നിന്നും പലവിധ സഹായങ്ങൾ ഇവർക്ക് ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. ആനുകൂല്യങ്ങൾക്കുള്ള കാലതാമസം നീങ്ങിക്കിട്ടും. ഭാര്യാഭർത്തൃ കലഹങ്ങൾ നീങ്ങും. നേത്രരോഗം, ഹൃദയബന്ധിയായ അസുഖങ്ങൾ, ഉദരവ്യാധി ഇവ ശ്രദ്ധിക്കണം. ശസ്ത്രക്രിയകൾ കഴിവതും ഒഴിവാക്കണം. കാര്യതടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. മക്കളെ കൊണ്ട് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുക. ധനപുഷ്ടി ഉണ്ടാകും. നല്ല നല്ല കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കാൻ സാധിക്കും. പലവിധ ദുഃഖ അനുഭവങ്ങളും മാറിത്തുടങ്ങും. വഴിയാത്രക്കിടയിൽ അനുഭവപ്പെടുന്ന തടസ്സങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. ഈ കാലഘട്ടത്തിൽ ശത്രുക്കളുടെ ഉപദ്രവം കുറവായിരിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. തൊഴിൽ രംഗത്ത് പണം കൂടുതൽ ചിലവഴിക്കേണ്ടതായിട്ട് വരും. വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. ഉദ്യോഗാർത്ഥികൾ വിദേശത്ത് ജോലിക്കായിട്ട് ശ്രമിച്ചാൽ സാഹചര്യം അനുകൂലമാണ്. ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഇവർ ശ്രദ്ധിക്കണം. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ബന്ധുജനങ്ങളുടെ വിരോധം മാറിത്തുടങ്ങും.
സേവന പ്രവർത്തനങ്ങൾക്കും മറ്റും ഉള്ള തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. വീട്ടിൽ സ്വസ്ഥമായ അന്തരീക്ഷം സംജാതമാകും. ഭാഗ്യ അനുഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ലഭിക്കും. അച്ഛനോ തത്തുല്യവർ ആയവർക്കോ ഉള്ള രോഗാരിഷ്ടതകൾ ചികിത്സ വഴി മാറിത്തുടങ്ങും. ബുദ്ധിസാമർഥ്യം പ്രകടമാക്കാനും അതുവഴി പല കാര്യങ്ങളും നേടിയെടുക്കാനും സാധിക്കും. കലഹ സ്വഭാവം മാറിത്തുടങ്ങും. ആഭരണങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളും വാങ്ങാൻ ഈ ദിവസങ്ങളിൽ സാധിക്കും. ഉദരവ്യാധിക്ക് പ്രത്യേക ചികിത്സ വേണം. കൂടുതൽ കാൽനട യാത്ര വേണ്ടിവരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല അവസരമാണ്. ചഞ്ചലമനസ്കരായിരിക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നിലും ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റാതിരുന്ന ഇവർക്ക് ഇനി അതൊക്കെ സാധിക്കും. വാദബന്ധിയായ വേദനകൾ വിട്ടൊഴിയും. കമിതാക്കളുടെ ആഗ്രഹം സഫലമാകും. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ചെത്തിപ്പൂമാല ചാർത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വരും ദിവസങ്ങളിൽ വീട്ടിൽ സ്വസ്ഥമായൊരു അന്തരീക്ഷം സംജാതമാകും. കണ്ണടച്ച് തുറക്കും മുന്നേ ഈ നാളുകാർ രക്ഷപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഗൃഹനിർമ്മാണത്തിനായിട്ട് ശ്രമിക്കാം. സഹോദര ബന്ധങ്ങൾ മോശമാകാതെ ഒന്ന് ശ്രദ്ധിക്കണം. പലവിധ സന്തോഷ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. മക്കളുടെ ആരോഗ്യസ്ഥിതിയിലെ ആശങ്കകൾ മാറിത്തുടങ്ങും. കാര്യസാധ്യങ്ങളും ഉണ്ടാകും. പലവിധ ഭാഗ്യ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. കലഹവാസന കൂടുതലാകാതെ ശ്രദ്ധിക്കുക. ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവനാക്കാൻ സാധിക്കും. വാദബന്ധിയായ അസുഖങ്ങൾ കുറഞ്ഞു തുടങ്ങും. ബന്ധുജനങ്ങളുമായിട്ട് കൂടിച്ചേരാൻ അവസരം ഉണ്ടാകും. വളരെ കാലമായി അകന്നു കഴിയുന്ന സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെടാനും നാൽക്കാലി വളർത്തൽ ലാഭകരമാകാനും സാധ്യതകൾ കൂടുതലാണ്. തൊഴിൽ രംഗത്ത് നിന്നുള്ള വരുമാനം ഈ കാലഘട്ടത്തിൽ മെച്ചപ്പെടും. യാത്രകൾ വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവങ്കൽ മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കർമ്മരംഗത്ത് പുരോഗതി, ഇൻ്റർവ്യൂവിൽ മികച്ച ജോലിക്ക് ഭാഗ്യം, വാഹനമോഹം പൂവണിയും, സന്താനത്തിന് ഔദ്യോഗിക തലത്തിൽ ഔന്നത്യം, ഇടപാടിൽ ലാഭവിഹിതം വർദ്ധിക്കും, വ്യാപാര രംഗങ്ങൾ വിജയിക്കും, കേന്ദ്ര സർക്കാരിൽ നിന്ന് ആനുകൂല്യം, ഉന്നത പദവിക്ക് നറുക്കുവീഴും, പുതിയ തൊഴിൽ സ്ഥലത്തെ വെല്ലുവിളികൾ സധൈര്യം നേരിടാൻ സാധിക്കും, കുടുംബക്ഷേത്രത്തിന് ധനസഹായം, ഉല്ലാസയാത്രകൾ നടത്താൻ അവസരങ്ങൾ, ആദായ വിലയിലേക്ക് വസ്തു സമ്പാദിക്കാൻ സാധിക്കും. പുണർദം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് അർച്ചന, പൊങ്കാല, ഹാരം, മഹാദേവന് മൃത്യുഞ്ജയാർച്ചന, പ്രദോഷവ്രതം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി പൂയം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തും. ഉന്നത വിദ്യാഭ്യാസ വിജയം, ഗുണകരമായ യാത്രകൾ നടത്താൻ അവസരങ്ങൾ, പ്രബല ബിസിനസ് ഗ്രൂപ്പുമായിട്ട് കരാർ പണികൾ ഏറ്റെടുക്കും, അന്യദേശത്ത് മേന്മയുള്ള സ്ഥാപനത്തിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അന്യസംസ്ഥാനത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളിലും നേട്ടങ്ങളുടെ ഒരു കാലമാണ്. ഏജൻസി ഇടപാട് കൃത്യമായ അഴിച്ചുപണികൾ ആവശ്യമായിട്ട് വരും. രജിസ്ട്രേഷൻ കാര്യങ്ങൾ സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കും. സഹപ്രവർത്തകരുടെ നീരസം വരാതെ ശ്രദ്ധിക്കണം. പൂയം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് സുബ്രഹ്മണ്യന് ഭസ്മാർച്ചന, ഷഷ്ഠീവ്രതം, ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, ത്രിമധുരം അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ധനപരമായ കാര്യങ്ങൾ നിറവേറ്റാൻ സഹായം ലഭിക്കും. അന്യദേശത്ത് നിന്ന് ശുഭവാർത്ത, സന്താനത്തിന് തൊഴിൽ രംഗത്ത് മേന്മ, ഇഷ്ടക്കാരിൽ നിന്ന് സമ്മാനം ലഭിക്കും. പുത്തൻ വാഹനയോഗം കാണുന്നുണ്ട്. തീരുമാനങ്ങൾ തന്ത്രപരമായി നടപ്പാക്കും. മംഗല്യകാര്യങ്ങളിൽ അപ്രതീക്ഷിത പുരോഗതി കാണുന്നുണ്ട്. കലാരംഗത്ത് ഉണർവ്, നിർമ്മാണ മേഖലയിൽ ഗുണകരമായ അഴിച്ചുപണി,
പുതിയ തൊഴിൽ സ്ഥലത്ത് നിന്നും മേന്മയുള്ള ഓഫർ. കളത്ര സ്വത്തിൽ അവകാശം സിദ്ധിക്കും. ആയില്യം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് മഹാദേവന് ധാര, കുവളമാല, പ്രദോഷവ്രതം, ഭഗവതിക്ക് നെയ്വിളക്ക്, വസ്ത്രം, ഹാരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക.